ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് OAയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതാണ്, അതിനെക്കുറിച്ചാണ്. അപ്പം അറിഞ്ഞിട്ടുണ്ടാവുമോ? ഇപ്പോൾ ഓൾറെഡി ഞാൻ പറയുവാണെങ്കിൽ ഇനി വരുന്ന ഈ ഒരു കാലയളവ് PSCയുടെ ഓഫേഴ്സിന്റെ അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം വർക്ക് ചെയ്യുക, പഠിക്കുക, ബുദ്ധിമുട്ടുക എന്നുള്ള ആൾക്കാർക്ക് ഗവൺമെന്റ് ജോലി കയറാൻ അത്യാവശ്യം നല്ല ഒരു മാർഗമാണ് ഇപ്പോഴത്തെ ഈ വരുന്നത്. ഏതൊക്കെയാണ്? LGS വരുന്നുണ്ട്, ബെപ്കോ LDC വരുന്നുണ്ട്, VFA വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ LDC 2027 LDC വരുന്നുണ്ട്. അപ്പൊ അടുത്ത നോട്ടിഫിക്കേഷൻ വരുവാണല്ലേ, സെക്രട്ടേറിയറ്റ് OA ഓഫീസ് അറ്റൻഡന്റ്. അതിന്റെ നോട്ടിഫിക്കേഷനും ഡിസംബർ ടു ഒരു ഫെബ്രുവരിയോടുകൂടി വരാനാണ് ചാൻസ്. ഒന്നെങ്കിൽ ഈ 2026 നവംബർ ഡിസംബറിൽ വരും, അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം വരും. എപ്പോ വരുമെന്നറിയത്തില്ല. പക്ഷേ അത്യാവശ്യം കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ്, അത്യാവശ്യം കോമ്പറ്റീഷൻ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LGS എല്ലാവർക്കും എഴുതാൻ പറ്റില്ല. പക്ഷേ ഈ കമ്പനി ബോർഡ് LGS നമുക്ക് ഡിഗ്രിക്കാർക്കും പ്ലസ് PGക്കാർക്കും ഒക്കെ എഴുതാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ ഓഫീസ് അറ്റൻഡന്റും എല്ലാവർക്കും എഴുതാം. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. ഇത് 587 2023 വന്നേക്കുന്ന കാറ്റഗറി നമ്പർ. ഇത് പഴയ ഓഫീസ് അറ്റൻഡന്റിന്റെ ഇതാണ്. അപ്പൊ പഴയ ഇതില് വന്നേക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നു ഇതിന്റെ ഈ കാറ്റഗറി അപ്പൊ 2023 നോട്ടിഫിക്കേഷൻ വന്നതാണ്. നല്ലൊരു ചാൻസ് ആണ് ഇത്. 10th മാത്രമല്ല, ഡിഗ്രിക്കാർക്കും +2കാർക്കും PGക്കാർക്കും ഒക്കെ എഴുതാം. അപ്പൊ കോമ്പറ്റീഷൻ കൂടുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്, അത്യാവശ്യം സാലറി സ്കെയിലുള്ള ഒരു പോസ്റ്റാണ്. അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളുണ്ട് ഈ ഓഫീസ് അറ്റൻഡന്റിന്. അപ്പം ഇതിന്റെ നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ഓഫീസ് അറ്റൻഡന്റ് ആണ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് PSC, ഓഡിറ്റർ ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ഓഫീസ്, ഇങ്ങനെയുള്ള എല്ലായിടത്തും ഓഫീസ് അറ്റൻഡന്റ് ആയിട്ടാണ് വിളിക്കുന്നത്. OA ഓഫീസ് അറ്റൻഡന്റ് ആയിട്ടാണ് വിളിക്കുന്നത്. 10th ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയാണ്. അതായത് ഇപ്പം PSCയുടെ എല്ലാവർക്കും അറിയാം, PSCയുടെ ഇത് പബ്ലിഷ് ചെയ്തത് പ്രകാരം നമുക്ക് 40 വയസ്സ് വരെ സാധാരണ ജനറൽ OBC കാറ്റഗറിക്കാർക്ക് 40 വയസ്സ് വരെയും, സംവരണമുള്ള ആൾക്കാർക്ക് 5 വയസ്സ് വരെ, സംവരണമുള്ളവർക്ക് 45 വയസ്സ് വരെയും, അല്ലാതെ 43 വയസ്സ് വരെ, അങ്ങനെ 43, 45 കാറ്റഗറി ബേസിൽ ഇളവുള്ളവർക്ക് അവർക്ക് അങ്ങനെയും ഇത് ചെയ്യാം. അത് എങ്ങനെയാന്ന് അതത് തസ്തികയുള്ളവർക്കറിയാം. അല്ലാതെ നോർമലി 18 to 40 വയസ്സ് വരെയുള്ള 2/1/1986 മുതൽ 1/1/2008 ഇത് വരുന്ന എല്ലാ ആൾക്കാർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇപ്പൊ 18 വയസ്സായി നിങ്ങൾ PSC രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഈ ഒരു കാറ്റഗറിക്കുള്ളിൽ വന്ന് രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പോൾ പെട്ടെന്നൊരു ഗവൺമെന്റ് ജോലിയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ഇറങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ ആദ്യം ഓടിപ്പോയി കേരള PSCയിൽ രജിസ്റ്റർ ചെയ്യുക. കേരള PSCയിൽ രജിസ്റ്റർ ചെയ്തിട്ട് വരുന്നത് നല്ല 2 ചാൻസ് ആണ്. ഒന്ന് ഓഫീസ് അറ്റൻഡന്റും, ഒന്ന് LDC 2027. രണ്ടിന്റെയും നോട്ടിഫിക്കേഷൻ വരുന്നതേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇതിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ ഓരോരുത്തർ ഇതിന്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞോ, ഇതിന്റെ എക്സാം അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ LGSന്റെ കമ്പനി ബോർഡ് LGSന്റെയും ബെപ്കോ LDCയുടെയും ഒക്കെ ഇത് കഴിഞ്ഞതാണ്. ഇനി വരാനിരിക്കുന്നത് അതാണ്. അപ്പൊ എല്ലാവരും നോട്ടിഫിക്കേഷൻ ഇപ്പം ആരെങ്കിലും ഒക്കെ അതിന് നോക്കുന്നുണ്ടെങ്കിൽ, താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഞാൻ ഡേറ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നോട്ടിഫിക്കേഷനും കൂടി ഓണാക്കിയിട്ടാൽ മതി. ഓൾമോസ്റ്റ് ഇനി എല്ലാ PSCയുടെ അപ്ഡേറ്റ്സ് വരുന്നതും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ
അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല ഒരു ചാൻസ് ആണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 23,000 ടു 53,200 കഴിഞ്ഞ തവണത്തെ ഇതുവരെ ഇതായിരുന്നു. പക്ഷെ TA DA എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് കൈ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 33,500 ഒരു 10th ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇത്രയും വലിയ എമൗണ്ടിന് ഉള്ള ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സാലറി സ്കെയിലാണല്ലേ. ഇത് പഴയതാണ്, പുതിയതിൻ്റെ അകത്ത് എല്ലാം വ്യത്യാസമുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഗവൺമെന്റ് റൂൾ ഇതനുസരിച്ച് എല്ലാത്തിനും എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എമൗണ്ട് കൂട്ടി കഴിയുമ്പോൾ ഇനി വരുന്ന ഇതിലേ നമുക്കറിയത്തുള്ളൂ ഇതിന്റെ സാലറി സ്കെയിൽ ഓഫ് പേ എത്രയാണെന്ന്. കഴിഞ്ഞ തവണ 23,000 ആയിരുന്നു. അതേപോലെ TA DA എല്ലാം കൂട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നല്ലൊരു എമൗണ്ട്, ഒരു 35,000 മുകളിൽ ഒരു മന്തിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല ഒരു ഓഫറാണ്. അത്രയും നല്ല ഓഫർ വളരെ അപൂർവങ്ങളിലായിട്ട് ബേസിലൊക്കെ വരുന്നതാണ്. ഗവൺമെന്റ് ജോലി നമ്മൾ ഒരുപാട് എമൗണ്ട് കൂടുതലുള്ളതുകൊണ്ടല്ലേ ശ്രമിക്കാറ്. നമ്മുടെ ഏരിയയിൽ തന്നെ നമുക്ക് ഗുണഗണങ്ങളോട് കൂടി നമ്മുടെ ലൊക്കാലിറ്റിയിൽ തന്നെ ഇത് ചെയ്യാനും ഒരു സ്ഥിര ജോലിക്കൊക്കെ വേണ്ടിയാണ്. പക്ഷെ നല്ല സാലറി സ്കെയിൽ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത്രയും നല്ലൊരു സാലറി സ്കെയിൽ കിട്ടുന്നത് ഇതിനായിരിക്കും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ആരും മിസ്സാക്കാതെ ശ്രദ്ധിക്കുക. അപ്പൊ പ്രീവിയസ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് August 29, 2025 നമുക്ക് പ്രീവിയസ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ എൻഡ് ഓഫ് അറിയായിരിക്കും എല്ലാവർക്കും. കറക്റ്റ് 3 വർഷമാണ് റാങ്ക് ലിസ്റ്റ് വന്ന് 3 വർഷത്തിലാണ് നമുക്ക് ആ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നത്. August 29, 2028 റാങ്ക് ലിസ്റ്റിന് അവസാനിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ എക്സാമിന് പ്രിലിംസും ഓഫീസ് അറ്റൻഡന്റിന് പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു. അപ്പം കൂടുതലും ഇത്തവണയും ചാൻസ് പ്രിലിംസും മെയിൻസും കാണാനാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. പ്രിലിംസും മെയിൻസും വന്നു കഴിയുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ LGSന് വരെ പ്രിലിംസ് ഉണ്ട്. VFAക്ക് ആണ് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നതിൽ VFAക്ക് മാത്രമാണ് പ്രിലിംസ് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രിലിംസും മെയിൻസും കണ്ടു തന്നെ വേണം പഠിക്കാൻ. ഞാൻ എല്ലാവരോടും പറയും, നമ്മൾ പ്രിലിംസും മെയിൻസും 2 വരുന്നത് കൊണ്ട് ദോഷഫലങ്ങളുണ്ട്, അങ്ങനെയല്ല. എന്നാലും ഞാൻ പറയും, നമുക്ക് നമ്മുടെ ലെവൽ അറിയാം. ഇപ്പൊ പ്രിലിംസിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നോടെ തറവായി വീണ്ടും റിവിഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രിലിംസ് ഉള്ളത് ഒരു ഇതായിട്ട് എടുക്കണ്ടെന്ന് ഞാൻ എൻ്റെ ഇതിലുള്ള എല്ലാവരോടും പറയാറുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ വന്നേക്കുന്ന ആൾക്കാരും 1,582 പേരായിരുന്നു. സപ്ലിമെന്ററി ലിസ്റ്റിൽ 1,386 അത് കൂടാതെ ഏബിൾഡ് കാറ്റഗറിയിൽ വരുന്നത് 61 പേരും. അപ്പം മൊത്തം റാങ്ക് ലിസ്റ്റിൽ 3,029 പേര് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. നമ്മുടെ LGS പോലെ തന്നെ അത്യാവശ്യം അത്രയില്ല, LGSന്റെ അത്രയും ഇല്ലെങ്കിലും ഏകദേശം അതിനടുത്ത് നന്നായിട്ട് അഡ്വൈസ് പോകുന്ന ഒരു കാറ്റഗറിയാണ് ഓഫീസ് അറ്റൻഡന്റ്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് ഓഫീസ് അറ്റൻഡന്റിന്. അപ്പോൾ നല്ലൊരു അവസരമാണ്. ഇപ്പം ഏറ്റവും നല്ല അവസരം എന്ന് പറയുന്നത് നമുക്ക് മുന്നേ പഠിച്ച ആൾക്കാർക്ക്, മുന്നേ ഇപ്പൊ ഒരു ഏജ് കൂട്ടി കിട്ടിയ ആൾക്കാർക്കൊക്കെ നല്ല അവസരമാണ്. LGS, ബെക്കോ LDC, LDC, VFA, ഇപ്പതേ ഓഫീസ് അറ്റൻഡന്റ് നല്ല സൂപ്പർ അവസരമാണ്. നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ കിട്ടിയേക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ്, അത് കളയേണ്ട. അല്ലാത്തവരും ഞാൻ പറയുന്നത്, നമ്മളും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെയുള്ളവരും നല്ല സാലറി സ്കെയിലാണ്, ഇതാണ്. അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. കഴിഞ്ഞ പ്രീവിയസ് എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 71.67 ആയിരുന്നു. അപ്പം നന്നായിട്ട് വർക്ക് ചെയ്താൽ അതിനും കൂടുതൽ മാർക്ക് മേടിക്കാൻ പറ്റൂലോ നമുക്ക്. ആ ഒരു കട്ട് ഓഫ് ഒക്കെ ഇപ്പം വളരെ കുറവാണെന്ന് വേണം പറയാൻ. അപ്പം എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എക്സാം ടൈപ്പ് സ്റ്റേറ്റ് വൈഡ് ആണ്, അതെല്ലാവർക്കും അറിയാലോ. അപ്പൊ നോട്ടിഫിക്കേഷൻ December to February ആയിരിക്കും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. അപ്പൊ 71.7 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോ. അതേപോലെ നന്നായി പഠിക്കണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഗവൺമെന്റ് ജോലി ആവശ്യമാണ്, നിങ്ങൾക്കൊരു ഡെയിലി വരുമാനം വേണം, നിങ്ങൾക്ക് ജോലി കിട്ടണം എന്ന് ആഗ്രഹിച്ചാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഞാൻ പറയുന്നു നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങണം. ഇന്നോ നാളെയോ നാളെ കഴിഞ്ഞോ അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട.
ഇന്നിപ്പം നിങ്ങൾ ഇതിന്റെ ഇത് കാണുവാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും എല്ലാ സംഭവം എടുക്കുക, പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. 2028 ലിസ്റ്റ് വരുന്നതിന് ഞാനിപ്പോ എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരണം. അതുപോലെ ചെറിയ റാങ്ക് ലിസ്റ്റിലല്ല, ആദ്യത്തെ 50-ൽ 10-ൽ എന്ന് വരണമെന്ന് കരുതി വേണം നമ്മൾ പഠിക്കാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു ലിസ്റ്റിന്റെ അറ്റത്ത് വന്ന് കിടന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ജോലി കിട്ടണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും നിങ്ങൾ വർക്ക് ചെയ്യുക, പഠിക്കുക. നിങ്ങളുടെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ട് പോകാതിരിക്കുന്നില്ല. നിങ്ങൾക്ക് ജോലി വേണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ യു മസ്റ്റ് ട്രൈ. അപ്പം ഇതെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ജോലി വേണം, ആവശ്യമാണ്. നിങ്ങൾ വർക്ക് ചെയ്യാനും പഠിക്കാനും കഷ്ടപ്പെടാനും റെഡിയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ, PSCയിൽ അവസരങ്ങൾ ഏറെയാണ്. നിങ്ങൾ ആരെയും നോക്കണ്ട, ഒന്നും നോക്കണ്ട, ആരുടെ അഭിപ്രായവും നോക്കണ്ട. നിങ്ങൾ തയ്യാറെടുക്കുക, പഠിക്കുക, കഷ്ടപ്പെടുക. നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നല്ല റാങ്കിൽ വരാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഇന്നു മുതൽ പഠിച്ചു തുടങ്ങും. ഞാൻ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെക്കും, അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ തുടങ്ങും. എനിക്ക് ഇതും ഇല്ലാന്ന് കരുതി നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇനി ഓഫീസ് അറ്റൻഡന്റിന്റെ സിലബസും അതിന്റെ സംഭവങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോകളായിട്ട് കൂടുതൽ വീഡിയോകളായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അത്യാവശ്യമായി നിങ്ങൾ എന്തെങ്കിലും നോട്ട് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, എവിടെന്നെങ്കിലും കിട്ടി എന്റേത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഇടാം. ഞാനിപ്പോൾ SCRTയും ഇങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഉള്ള ഒരു വീഡിയോ ആയിട്ട് 2 വീഡിയോയും ഓരോ ദിവസത്തിന്റെയും സിലബസിന്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് 3 വീഡിയോ ആണ് ഞാൻ ഒരു ദിവസം ഇടുന്നത്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ PSC പഠിക്കുന്ന വേറെയുള്ള സ്റ്റുഡൻസുകളുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.